സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് മങ്കര കാളികാവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് അവിടെ സപ്താഹം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തൊഴുതിയിട്ട് വരാൻ വേണ്ടി ഇറങ്ങിയത്. മങ്കര കാളികാവിലെ കവാടമാണ് ഞാൻ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞ് നേരെ പോകുന്ന ഗ്രൗണ്ടാണ്, വലിയ വിശാലമായിട്ടുള്ള ഗ്രൗണ്ട്. അവിടെ കുറേ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ മങ്കര കാളികാവിൽ വേല നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ കുറേ ഒരുപാട് വേഷങ്ങളും ആനകളൊക്കെ വരും. നല്ല സൗകര്യങ്ങളുള്ളൊരു അമ്പലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി ഞാനും വൈഫും കൂടെ അങ്ങനെ പോകുന്നു. അവിടെ സപ്താഹം വായിക്കുന്ന ഇതാണല്ലേ, അവിടെ സ്റ്റേജ് കണ്ടോ. ആ സ്റ്റേജിനകത്ത് നമ്മൾ രാത്രി കാലങ്ങളിൽ അവിടെ ഗാനമേള, ഡാൻസ്, അങ്ങനെയുള്ള പരിപാടികൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇപ്പുറത്ത് ഈ പച്ച ഷീറ്റ് കാണിക്കുന്നത് ഒരു ഊട്ടുപുരയാണ്. നമ്മളെ ഭക്ഷണമൊക്കെ അവിടെ സപ്താഹത്തിന് വരുന്ന ആൾക്കാർക്ക് അന്നദാനത്തിനും കൊടുക്കുന്നുണ്ട്. അത് അവിടെയാണ് നമ്മളെ ഊട്ടുപുര വെച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് ബാക്കി ഞാൻ കുറച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് നേരെ പോകുന്നതാണ് സപ്താഹം വായിക്കുന്നതാണ്. വായന കേൾക്കുന്നുണ്ടോ കേട്ടോ, അത് കേട്ടോളെ. ധനസയ്യാസനാസനാദ്യുപഭോഗവിഹീനോ യാവദപ്രതിലബ്ധമനോരഥോപഗതാദാനി തദപ്പതോപമാനാദീനി ജനാദഭിലഭതേ ഏവം വിത്തവിധിഷംഗവിവൃദ്ധവൈരാനുബന്ധോപി പൂർവവാസന്മാരോപദിശന്തി യതിദം യോഗാനുശാസനം നവ ഏർവരുന്ധതേ യന്യസ്തദ. കുറച്ച് ഫിലോസഫി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ വായിച്ച ഭാഗങ്ങൾ. പ്രിയപ്രദൻ കുട്ടിക്കാലത്ത് തന്നെ കാട്ടിലേക്ക് പോയി എന്നും അദ്ദേഹത്തിന് ഭരണത്തിൽ അങ്ങനെ വായനയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളിവിടെ നേരെ സമയങ്ങളില്ല, അതുകൊണ്ട് അറിയാം നേരെ കാളിയാൽ അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് ഞാൻ സൈഡിൽ നിന്ന് കാണിക്കുന്നത്. ഇത് തൊട്ട് ബാക്കിൽ തന്നെ, ഇതിൻ്റെ ബാക്കിൽ തന്നെ വേറൊരു അമ്പലം കൂടി ഉണ്ട്. അവിടത്തെയാണ് ഞാൻ അതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ദീപങ്ങളൊക്കെ കത്തിച്ചുകൊണ്ട് പൂജാരി അവിടെ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പുഷ്പാഞ്ജലി നടത്താൻ നമുക്ക് അതിന് പ്രസാദമാണ് എൻ്റെ ഭാര്യ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ നിന്ന് നേരെ തിരിച്ച് അമ്പലത്തിൻ്റെ തൊട്ട് ചുറ്റുപാട് കുറേ ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ വരുമ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ട് ഭാരതപ്പുഴ അല്ലേ. അതിൻ്റെ ബാക്കിൽ വന്ന് നിന്നിട്ട് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭാരതപ്പുഴ വിശാലമായിട്ട് അതിൻ്റെ പുറത്ത് ബാക്കിൽ കൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്, എന്നാലും അത്യാവശ്യം വെള്ളമുണ്ട്. കുളിക്കാനുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കാൻ അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കടവൊക്കെ ഉണ്ട്. തോണിയൊക്കെ ഇങ്ങനെ അപ്പുറത്തോട്ട് ആളെ കൊണ്ട് മഴക്കാലത്തൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകലും വരവൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ഇപ്പുറത്തോട്ട് വന്ന ഒരു ഭൈരവൻ എന്ന് എഴുതുന്ന ഒരു ഭഗവാന്റെ ഇത് കൂടി ഉണ്ട്. ഇതാണ് നിങ്ങൾ കാളികാവിലെ മേൽക്കൂര ഞാൻ കാണിക്കുന്നത്. മൊത്തം ഇത്രയും വിശാലമായിട്ടുള്ളൊരു അമ്പലമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ കള്ള ഇത്രയും വലുപ്പമുണ്ട് അല്ലേ. ഓരോ ഭാഗം ഞാൻ അത് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കാണാം നിങ്ങൾക്ക് എങ്ങനെയാണ്. ഇതാ തൊട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിശാലം ഇതാണ് വലിയൊരു ആൽമരം കണ്ടല്ലേ. ആൽമരം അതിന് തൊട്ട് ബാക്കിലോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നല്ല തെങ്ങും തോപ്പുകൾ, നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന തെങ്ങുകൾ, നല്ല ഇഷ്ടം പോലെ തെങ്ങുകൾ, ഒരുപാട് തെങ്ങുകൾ കാണുമ്പോൾ തന്നെ കണ്ണിന് നല്ലൊരു കുളിർമയാണ്, നല്ല തണുപ്പും കാറ്റൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഇത് അമ്പലത്തിനകത്തുള്ളൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഇവിടെ നിന്ന് ഇതിൻ്റെ ബാക്കിലൂടെ നമ്മൾ പ്രദക്ഷിണം വെച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും അമ്പലത്തിൻ്റെ ഏറ്റവും മുന്നിൽ വലിയൊരു ആൽമരമുണ്ട്. ആൽമരങ്ങളല്ല, ആൽമരത്തിൻ്റെ വലുപ്പമാണ് ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഈ സപ്താഹം നടക്കുന്നതുകൊണ്ട് അവിടെ കൗണ്ടറിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചില അവിടെ വരുന്ന വഴിപാടുകൾ. ഇത് കാളികാവിലെ അമ്പലത്തിൻ്റെ ഉൾഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ പാൻറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഉള്ളിലോട്ട് കയറിയില്ല, വൈഫ് ഉള്ളിലോട്ട് കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പുറത്തുനിന്ന് മാത്രം. പിന്നെ അവിടെ കൊടുക്കുന്ന ഈ അന്നദാനത്തിന് കൊടുക്കുന്ന ധാന്യങ്ങൾ മറ്റേ ഇതാണ് ഞങ്ങളെ പച്ചക്കറികളൊക്കെ, ചക്കയുണ്ട്, കായുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് എന്താണോ വീട്ടിലുണ്ടാകും. ഇത് അവിടെ ഇരിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ സപ്താഹം നടത്താൻ വേണ്ടി അവിടെ കൗണ്ടറുണ്ട്. അവിടെ നമ്മുടെ കൊടുക്കുന്ന പേയ്മെൻറ്റുകളൊക്കെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഇത്രയും നോക്കുക. ആ ഗ്രൗണ്ട് നിങ്ങൾ കണ്ടാൽ അറിയാം എത്ര വലുപ്പമാണ്. നമുക്ക് ഒരുപാട് വാഹനങ്ങൾ നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു അമ്പലം എന്ന് വെച്ചാൽ എത്ര തിരക്കിലും നമുക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഊട്ടുപുര. അതിൻ്റെ ബാക്കിൽ അവിടെ ഭക്ഷണം ഇത്രയും ആൾക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഞാൻ വ്യക്തമായിട്ട് ഉള്ളിലോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. എത്രത്തോളം ഒരുപാട് ഉള്ളിൽ പോകാൻ പറ്റില്ല എങ്കിലും ഞാൻ കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ്. ഇത് നമ്മുടെ കാളികാവ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. ഏറ്റവും ഫ്രണ്ട് ഭാഗമാണ് അവിടെ. ഇതാണ് നമ്മുടെ കാളികാവിലെ മങ്കരയിലുള്ള കാളികാവ് അമ്പലം. അവിടുത്തെ ഭാരവാഹികളും ഇവരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. കൗണ്ടർ ഫയൽ ഇത് സ്വീകരിക്കാനും അവിടെ ഇതാണ് ഞാൻ പറഞ്ഞ ഊട്ടുപുരിയിൽ അവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത്. ഭയങ്കര പാചകത്തിന് ആൾക്കാർ ഒരുപാട് ഇതൊക്കെ
വലിയ വലിയ ചട്ടിയും ചെമ്പും ചരക്കും അത് ഒരുപാട് പേര് അതിനുള്ളിലത്ത് പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ എല്ലാവരും കൂടി ചേരുമ്പോൾ നമുക്ക് വൈകുന്നേരം ഒരു 500 ആൾക്കെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഊട്ടുപുരയാണ് ഇത്. അവിടെ തൊട്ടപ്പുറത്തിന് വേറൊരു അമ്പലം കൂടിയുണ്ട്. ചെറിയ ചെറിയ അമ്പലങ്ങൾ അവിടെ ഓരോ ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അത് കാണിച്ചു തരാണ് അവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇതാണ് ഊട്ടുപുര കണ്ടല്ലേ. ആ ഊട്ടുപുരയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയോ എത്ര വലുപ്പം നമുക്ക് കാളിയാവും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അതറിയാം എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ വൈകുന്നേരം വരെ എനിക്ക് സപ്താഹത്തിൽ ഇരിക്കണമെന്നുണ്ട്. അതിന് സൗകര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തം അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാനിങ്ങനെ എൻ്റെ ക്യാമറ ഇങ്ങനെ എടുത്ത് ഞാനിതാ ഇത് കാണുന്ന ഊട്ടുപുര. ഇവിടെ ഏകദേശം എൻ്റെ കണക്ക് ഒരു 500 പേർക്ക് എന്നുവെച്ചാൽ പോലെ ടേബിളായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പോയി ഭക്ഷണം കഴിക്കുക വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിന് ശാന്തി കിട്ടുന്ന ഒരു അമ്പലം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി വണ്ടി ഞാൻ എൻ്റെ കാറിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ എൻ്റെ വീഡിയോ കാണുന്ന ആളുണ്ടെങ്കിൽ ഈ അമ്പലം ഒന്ന് കാണുക. ഈ 21-ാം തീയതി മുതൽ ഈ 28 ചൊവ്വാഴ്ച വരെയാണ് ഈ സപ്താഹം നടക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വരിക, ഈ അമ്പലത്തിൽ വന്ന് വരിക, സപ്താഹത്തിൽ പങ്കെടുക്കുക. കാളികാവ് വേല വരും ആ സമയത്തും വരിക. പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്ന ആൾക്കാരുണ്ട്, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ഡേഷൻ വരുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഏറ്റവും പുതിയ വീഡിയോകളായിട്ട് ഞാൻ വീണ്ടും പുതിയതായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവർക്കും ഓക്കെ, ബൈ.